ഇതൊക്കെ എടാ ഇതാരി പർപ്പിൾ വണ്ടി. ഹലോ ബ്രോ, ഈ പർപ്പിൾ വണ്ടിയില്ലേ വള്ളിയാ. ഹലോ എന്താ ബ്രോ പിറ്റ് ചെയ്യുന്നേ? ഉമ്മാരെന്ത് പിറ്റ് ചെയ്യുന്നേ? അവൻ വള്ളിയാണ്. അവൻ നേരത്തെ അടിയായി. ആരും അടിച്ചിവനെ? നിങ്ങളാണ് അടിച്ചേ? ഓ അടി ഇട്ടിട്ടൊക്കെ പോയി. അടിച്ച് ഈ പർപ്പിൾ വണ്ടി ആരും അടിച്ചിപ്പോ ഇറങ്ങി. ആര് സൗണ്ട് കിട്ടു നോക്കടാന്ന്. അമ്മ ആൾക്കാരുണ്ടെന്ന് തോന്നാ. നോക്കണേ. എന്തെങ്കിലും കണക്ടർ ആയിട്ട് ഇട്ടാ മതി പറഞ്ഞു. ഹലോ 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 എന്താ ബ്രോ? സാവേജ് സാവേജ് ബ്രോ. സാവേജ് ബ്രോടാ ബ്രോടാ ബ്രോ സാവേജ് ബ്രോ. ബ്രോയുടെ പേരെന്താ? ജയ്മോൻ. ഓക്കെ ബ്രോ. ആൾക്കാരുണ്ട് നോക്കെ. HF ആണ്. ഞാൻ ഒന്ന് റിഫ്രഷ് അടിച്ചോട്ടെ. ഓ ഹെൽമെറ്റ് പോലും ആരടിക്കുന്നേ? നമ്മളെ അടിക്കുന്നേ. സെക്കൻഡ് ഡൗൺ ആണെന്ന് തോന്നാ മോബി. മാപ്പില് മുതുക്കർ സപ്പോർട്ടോ. ഹെൽത്ത് ഇല്ലടാ മൈരി. ഇതൊക്കെ ആരി? എത്ര ഡ്രോൺ ഇവിടെ? വണ്ടി നമുക്ക് റിപ്പയറിന് അവിടെ പോവാം. അവിടെ മറ്റേ ഗീവോടൊക്കെ കുടച്ചിട്ട് വരാം. റിപ്പയർ ബാക്കിന്റെ അവിടെ. പുറകില് ഇവിടെ നിർത്ത്. അടിക്കില്ലേ സാഗറേ, അടിക്കില്ലേ. തെറി വിളിക്കുന്നടാ. തെറി വിളിക്കും തീട്ടക്കണ്ടി. ഏറെ കൊണ്ട് ഉപ്പിലിട്ടോ കേട്ടോ. അത്രേ ഉള്ളൂ. എന്ത് പറ്റിയടാ? ഇത് തന്നെയല്ലോ വിധി നിന്റെ. ഇടിച്ചു വന്നടാ പാവം. കണ്ണുണ്ടായിട്ട് രണ്ടുപേരും അടിക്കണ്. ഇനി അടിക്കില്ല. കണ്ണക്കെടുത്ത് വെച്ച് കണ്ണക്കെടുത്ത് ലോക്കറിൽ വെച്ചു ഇടിച്ചു വന്ന വീണ്ടും പറഞ്ഞേ. ചിലവന്മാര് ഫസ്റ്റ് ഇടിച്ചതിന് ചെറിയ കുളിച്ച് ഇവന്റെ ഒരു വിധിയെ സമ്മതിക്കണം. അതെ ഇവനാണ് പറഞ്ഞത്. ബാല ഇവനാണ് പറഞ്ഞത് കണ്ടികളെ അടിക്കാൻ തന്നത്. എന്നിട്ട് കണ്ടി വീണ്. ആദ്യത്തെ കണ്ടി വീണ്. പാവ. ഇതാണ് വിധി ഇവന്റെ. ഇത് HF ഡെഞ്ചിയല്ല, ഇത് ബണ്ണി ഹോപ്പ്. അടിപൊളി.
പാവം. നമുക്ക് ഒന്നുകൂടെ എന്തൊരു വിധി. തന്നാണെങ്കിലും ഒന്നുകൂടെ ഇവന്റെയൊക്കെ വിധിയെ അടിപൊളിയായിട്ട് ജീവിക്കുന്ന നിർത്തി സത്യം. പൊക്കൂടെ അല്ലെങ്കിൽ പിന്നെ വള്ളി എടുക്കാൻ വരല്ലേ വാ 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 വാ. അല്ലല്ലോ അല്ലേ സിറ്റുവേഷൻ എന്ന് തോന്നണ്ട. സാറേ 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 എണീറ്റ് പൊടത്തിട്ടെ. ബൈക്ക് വെറുതെ കേൾക്കണമായിരുന്നു. ഒരുത്തന് 6 ഇടിങ് കൊടുത്തടാ ചത്തേന്ന്. മണ്ടയ്ക്ക് കയറി പോന്നേ. ജുഗുറു ഇല്ലേ ഇത്? ജുഗുറു ജുഗുറു ജുഗുറു. പിടിച്ചല്ലേ വാ. ഇടി 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 കൊല്ല് കൊല്ല് കൊല്ല്. എനിക്ക് വേണം ഇടിക്കണം. ഇതാരി അയ്യോ അയ്യോ മക്കളെ അയ്യോ വെറും തീട്ടോ 10-20 മുന്നിൽ ഇത്ര പേര് നിക്കണം. നീ അടിക്കുമ്പോ നീ ആരാടാ കണ്ടി പിടിച്ചവനെ അവിടെ ചീത്തകളല്ല. ഇപ്പല്ലേ ഇത് അടിക്കാൻ അറിഞ്ഞോടാ ഈ വലിയ മോനൊന്നും നിന്നടിച്ചത് ഞാനെന്നല്ല പോടെ കണ്ടി. പൊക്കണേ പൊക്കണേ. ഒരാളുണ്ട് ഒരാളുണ്ട് വെയിറ്റ് ചെയ്യേ. ട്രാക്ക് ചെയ്യാൻ പറ്റുള്ള വേറെ ആരും വെടിവെച്ച് വന്നതാ. സാറേ 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 പോലെ പോലെ സാറേ 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 നിക്ക് നിക്ക് നിക്ക്. ഈ ബോഡി ഈ ബോഡി ഈ ബോഡി പെട്ടത് പെട്ടത്. ഓക്കെ വിട്ടോ വിട്ടോ വിട്ടോ. ദേവരുന്നു ദേവരുന്നു. സൈപ്പിനെ പൊക്കുവാ. നിക്ക് ക്യാഷ് ഇല്ല പോലെ. ഞാനൊന്നല്ല. നീ എന്തിട്ട് പറയണേ? അല്ലടാ എടാ എനിക്ക് ബ്ലിപ്പാണ് ഇതില്ല. ഇതൊന്നും വന്നില്ല. വിടല്ലേ എടാ ആരും ട്രിഗർ ആയില്ലേ? നമ്മളെ കൂട്ടത്തിൽ വിളിച്ചാലും തെറി വിളിക്കല്ലേ? നീ തന്നെയാണല്ലേ തീറ്റക്കണ്ടേ. ഇവ ആര് 1v20 ഒക്കെ അടിക്കാൻ വന്നു കേട്ടോ ഇവൻ. ഡ്രസ് എന്തിനി? ഓ അതെ അതെ അതെ. ആശേ വണ്ടി അൺലോക്ക്. എടാ വില്ലുപ്പുണ്ടാവാനെ ഇതൊക്കെ എന്തിന്റെ കടിയാടാ ബാറ്റും വെച്ചിട്ട്? എടാ നിങ്ങളൊന്നും കൊന്നു ഞാനല്ലടാ. എക്സൈറ്റ് സീക്കം വരെ ഇട്ടിരിക്കുന്ന പാവം. അയ്യോ നമ്മളാള് കുറവാണേ. മറ്റാ തങ്ങികളെ കൂടെ വിളിക്കുക ഒരുമിച്ചടിക്കുക. എടാ നമ്മൾ ഇടപെട്ടാ സാവേജ്. സത്യം നമ്മള് മാറി ഇന്ന് കേക്കുമല്ലായിരുന്ന അവന്മാരല്ലേ നമ്മളെ വലിച്ചുകൊണ്ടുവന്നേ. നമ്മളൊരു അക്ഷരം വേണ്ടിട്ടില്ല. നമ്മളത് വെറുതെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. എടാ എടാ എന്റെ മറ്റേ വണ്ടി പീഡി ബോഡിയോടാ. അയ്യോ എന്റെ പോയേ. ചാർലി പോയല്ലേ? അല്ലല്ലോ ആശേ. 2 സിറ്റുവേഷൻ ഒന്നിച്ചെടുത്ത് അടി കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയാനേ പറ്റും. എന്തൊരു പയ്യന്മാരിത്. സത്യം സംഭവില്ലേ? എനിക്കൊന്ന് ഇവര് അശ്വന്ന് പറഞ്ഞ എല്ലാരും നല്ലോട്ടൊക്കെ അല്ലേ? അശ്വന്നാണോ? ഓക്കെ ഓക്കെ. ഞാൻ ആശയെന്നാണ് വെച്ചത്.
ഇങ്ങോട്ട് എനിക്ക് തോന്നേ HF ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. എല്ലാ കഴപ്പ് കാണിക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഇനി. സത്യം ഇങ്ങോട്ടല്ലേ ഇവര് വന്നേ? അതെ പിന്നെ എടാ ഇതാരാ? ഓ ഞാൻ ആശ്. എടാ എന്റെ കൂടെ വന്നേ. എടാ എന്റെ മറ്റേ വണ്ടി എടുക്കണം. എന്താണ് ഈ പീഡി വല്ല എടുത്തുകൊണ്ട്? എടാ എന്താണ് ഇവനുണ്ട്, ഇവന്റെ വണ്ടി ഉണ്ട്. എന്ത് ഇവന് ഇപ്പൊ ഒന്നും വരാൻ പറ്റില്ല കേരളാച്ചേ. പോണ്ട പറ്റില്ല. പോടാ കൊണ്ട് വേണേ വണ്ടി എടുത്ത് നീ സേവ് ചെയ്. അവന്റെ ഉണ്ട്, അവന്റെ വണ്ടിയുണ്ട്. ഇവിടെ എന്റെ വണ്ടി പോണ്ടില്ല. ഇത് മറ്റേ വണ്ടി പ്ലേസ് എന്ത് ചെയ്യും? തുടങ്ങിക്കോ തുടങ്ങിക്കോ കക്കൂസ് തുടങ്ങിക്കോ. അല്ല ഇത് കഴിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, മനസ്സിലായോ? നീ ആദ്യം ഷർട്ടും പാന്റൊക്കെ ഊരി ഷഡ്ഡി പുറത്തേക്കടാ, നട്ട് ബാക്കി അത് ഊരാൻ ബുദ്ധിമുട്ടുണ്ടോ സാറിന്? ഇതൊന്നും മനസ്സിലായോ? അതല്ലേ മേളിലിട്ടിരിക്കണല്ലോ, മേളിൽ കണ്ടല്ലോ. അവന് വായിക്കാറിയില്ല. നിങ്ങൾ ആരെങ്കിലും അതൊന്ന് പറഞ്ഞു കൊടുക്കും. അവന് വായിക്കാറിയത്താനോ അവന് പുറത്തിരുന്ന് പറയുന്നവരോട് പറ, ഇതോടെ പറഞ്ഞു തരാൻ. എന്തേലും ഭയം എന്തിനാ ഭയം? ജുഗുറു അവനൊന്നും ഭയമില്ല. മറ്റേ അവൻ കുറച്ചേരം സൈലന്റ് വന്നിട്ട് സംസാരിക്കും. കാരണം പുറത്തുനിന്ന് ഇതല്ലേ മറ്റേ റെക്കോർഡറാ, മനസ്സിലായി? സെയിം പിന്നെയും കുറച്ചെടുത്തിട്ട് കുറച്ചേരം മിണ്ടത്തില്ല. അപ്പൊ എന്നിട്ട് ബാത്റൂം കഴുകാൻ വേണ്ടി നേരത്തെ ഇവിടം വരെ എത്തിയേ. ഞാൻ എന്തിനാണ് നിന്നാരെ പഠിപ്പിച്ചിടുവാണോ? പഠിപ്പിച്ചുവിടുവാണോ നിന്നോട് സംസാരിക്കാൻ? എടാ പണ്ണി ഹോപ്പ് ഇട്ടിരിക്കുന്ന കണ്ടാ? KV സാഗറല്ല TV സാഗറല്ല ഒരു കൺഗ്രാറ്റ്സിട്ടല്ലോ. ആരോ പഠിപ്പിക്കുന്ന സൗണ്ട് കേൾക്കാം അവിടെ. പഠിപ്പിക്കുന്ന സൗണ്ട് ഇഗ്നോർ ചെയ്ത് വിടാ അവന്. ഇവനാരോ പഠിപ്പിക്കുന്ന സൗണ്ട് ഇവിടെ കേട്ട്. നീ എന്തായാലും കഴുകു, അല്ലെങ്കിൽ വേഗം ചെയ്താ വേഗം പോവാം. ഹലോ താല്പര്യമില്ല. വേറെ നീ എന്താ പറയണെന്ന് നിനക്ക് വലിയ വിവരമുണ്ടോ? അതാ പറഞ്ഞ എനിക്കിത് കഴിയേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നീ ഇവിടെ ട്രിപ്പ് വന്നേക്കില്ല. അറിയാവോ? നീ ഹോസ്റ്റേജ് ആണ്. മാരിയല്ലടാ, ഇത് മാരിയല്ല. ഇത് എല്ലാ കുണ്ണുകളും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യം? ഇത് ഇവൻ ബ്ലേസ് വേറെ കൊണ്ണ കേട്ടില്ലേ? എന്ന് പോണ്ടേപ്പം അല്ല എന്തിനാ ഓശ എടുത്തതെന്ന് പറയൂ. പറയാൻ പറ്റുമോ? അല്ല ബ്രോ എന്തിനാ ഓശ എടുത്തതെന്ന് പറയൂ. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, നീ എന്തിനാ ഇറങ്ങി വെടിവെച്ച തന്നെ? ഇറങ്ങി വെടിവെച്ചെന്തിനാ എന്നെ? അവനെ എല്ലാരും കൂടെ പീഡിപ്പിക്കില്ലേ? എന്നെയാണ് നീ അടിച്ചത്? അടിച്ചിട്ടില്ല. നമ്മളങ്ങോട്ട് പറയുന്ന എടാ അവന്റെ ലെയർ ഉണ്ട് കേട്ടാ. അടിച്ചിട്ടില്ലെങ്കിൽ നീ ഇവിടെ തുടച്ചിട്ട് പോയാൽ മതി, മനസ്സിലായോ? അടിച്ചിട്ടില്ലെങ്കിൽ തുടച്ചിട്ട് പോയാൽ മതി. നീ അടിച്ചിട്ട് തുടച്ചിട്ട് പോയാൽ മതി. കിടന്ന് മുതുക്കി കിടന്ന് പോയാടിച്ചപ്പോ ആലോചിക്കണമായിരുന്നു ഇവിടെ വരെ എത്തുന്നു. നിന്നെ എടുത്ത് അങ്ങോട്ട് കാരണം അങ്ങോട്ട് കേട്ടാ മതി. അല്ല അഡ്മിൻ ഇവിടെ വല്ലതും എന്ന് പറയാൻ പറ്റുമോ? അഡ്രസ്സും പാന്റും സാധനങ്ങളൊക്കെ എടുത്തടാ. ഷർട്ടും പാന്റും സാധനങ്ങളൊക്കെ എടുത്തോ. പേടിക്കണം ഇന്ന് പോവില്ല, ഇന്ന് പോവില്ല. നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ സമയമുണ്ട് മക്കളെ. എന്താ പാന്റ് ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ കൂട്ടെ
അല്ല നിങ്ങൾ കാണിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പരിപാടിയാണ് വല്ലാത്തൊരു പരിപാടി. അത് ഏത് പരിപാടി? എന്ത് പരിപാടി? ഏത് പരിപാടി? നിങ്ങളെ അടിച്ചോ ഇല്ലയോ അത് പറ. ഏത് പരിപാടി? ഇതാരാ ഡോറ്? KV ആണ് ഞാൻ അടിച്ചത്. ഓക്കേ ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ, KV അല്ല കേവിനാ? KV മാത്രം ചുമലക്കുളം dress ഞാനൊരു കാര്യം പറയട്ടെ, KV ആണ് ഞാൻ ബ്രോ അടിച്ചത്, ബ്രോ മനസ്സിലായോ? ബ്രോ ഇല്ലേ ഒരു കാര്യമുണ്ട്, ഒരു അഡ്മിൻ ഉണ്ടെന്ന് വിളിക്കും. ബ്രോ ബ്രോ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ബ്രോ ആദ്യം KV മെമ്പറിനെ അടിച്ചു, ശരിയാണ് ബ്രോ ആദ്യം ഞാൻ അടിച്ചായിരുന്നു. ബ്രോ ഹലോ കേക്കാവോ? ബ്രോ ആദ്യം KV മെമ്പറിനെ അടിച്ച്, അത് കഴിഞ്ഞ് നമ്മളെ കൂട്ടത്തിലുള്ളവനെ അടിച്ചായിരുന്നു ബ്രോ അടിച്ചായിരുന്നു ആദ്യം. നിന്നെ അടിച്ച നിന്റെ ഹോസ്റ്റേജ് ഒക്കെ നീ എന്തിനാ അറിയണം? നമുക്ക് തൂക്കാൻ തോന്നി തൂക്കി. എന്ത് പറ്റി? എടാ ഇല്ല അതല്ലടാ, ഇവ അടിച്ചല്ലോ നമ്മളെ, പിന്നെന്താ ഇവ അടിച്ചു. എന്നെയാണ് അവൻ അടിച്ചത്, എന്നെ അടിച്ചിട്ടുണ്ടായവൻ. അല്ല ഇവന്മാരല്ലടാ വെളിയിലോട്ട് കാണിക്കാന്ന് പറഞ്ഞ. അതെ അതെ, ഒരുത്ത ചീത്ത വിളിച്ചിട്ട് അഡ്മിൻ കളയുകയും ചെയ്തവനെ, നിങ്ങളെ കൂട്ടത്തിലുള്ളവൻ തന്നെ. ചുമലക്കുളം ഡ്രസ്സിനാ. ഞാൻ നിങ്ങളെ അടിച്ചോ ഇല്ലയോ? നിന്റെ കൂടെ ഞാൻ അടിച്ചോ ഇല്ലയോ? അടിച്ചോ ഇല്ലെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അടിച്ചോ ഇല്ല നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിന്റെ അടിച്ചോ ഇല്ലയോ? നിന്റെ അടുത്ത് കേൾക്കാൻ പറഞ്ഞോ? കേൾക്കുക. അതല്ല പറയുന്നേ, ഞാൻ പറയുന്നത് നീ എന്തൊക്കെ പിച്ചിപ്പയാണ് പറയുന്നത് ഇവൻ. ഞാൻ എനിക്ക് തോന്നുന്ന ഞാൻ പറയും, മനസ്സിലായോ? ഇവനില്ലേ കൊണ്ടുപോകണം. ഞാൻ നിങ്ങളെ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയും. ഞാൻ അടിച്ചു ബ്രോ, അടിച്ചു അടിച്ചു കൊന്നില്ല. ഒരു പ്ലെയറിനെയാണ് ഞാൻ കൊന്നേക്കുന്നത്, മനസ്സിലായോ? ബ്രോ ഞാൻ ഒരു കാര്യം ബ്രോ, ഒന്ന് മാറിക്കടാ. രാജാവിന് വഴി നീ ഇവിടെ വാരി രാജാവിന് വഴി ബാക്കിയുണ്ടായിരുന്നടാ സംസാരിക്കടാ. ബ്രോ ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നുണ്ടോ ബ്രോ? ഹോസ്റ്റേജ് എടുത്ത ഫിയർ കാണിക്കാന്നുള്ള ബേസിക് അത് അറിയില്ലെങ്കിൽ അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കും. കളിക്കാൻ പോലും പറ്റിയെന്ന് ഇവിടെ വരത്തില്ല. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കുറെ ആയി നമ്മളവിടെ നിന്ന് പറയുന്നതും പല അഡ്മിൻസ് മാറി മാറി വന്ന് പറയുന്നതും. ബ്രോ ഒരു കാര്യം ചോദിച്ചോട്ടെ, ക്ലിയർ ആയോ ബ്രോ? ബഗ് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ TH അടിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? ടിക്കറ്റ് വലിച്ചോ ബ്രോ? ഇവിടെ ഹോസ്റ്റേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രോ എന്നുള്ള ഫിയർ കാണിക്കണം. ഇവിടെ പല അഡ്മിൻസ് ബ്രോയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രോ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ഇനി അകത്ത് ഒന്നുകൂടാകുമ്പോ ക്ലിയർ ആയില്ലെന്ന് പറയല്. കുറച്ച് പരിപാടികളാണ്. ഒന്ന് സഹകരിക്ക് കുട്ടാ. നിന്റെ അടുത്ത് ഓൾറെഡി അഡ്മിൻസ് പറഞ്ഞു, നീ അനുസരിച്ചില്ലെങ്കിൽ സമയം കൂടും. നീ അനുസരിച്ചില്ലെങ്കിൽ അത്രയും നേരം നീ ഇവിടെ നിന്ന് ഡ്രസ്സും പാന്റ് ഊരി മോനെ. ബഗ്ലി മോനെ ഊരി, ബഗ്ലി മോനെ ഊരി, ബഗ്ലി എക്സ്പ്ലോയിറ്റിംഗ് അടിക്കുന്ന മോനെ നൂരിയെ. കേട്ടോടെ ഹലോ ഇനി ബഗ്ലി അടിക്കത്തില്ല, സോറി. ആരോ പഠിപ്പിക്കുക. ഇനി പിള്ളാച്ചന്റെ സൗണ്ട് സൗണ്ട് പറയും എനിക്ക് മനസ്സിലെന്ന് പറയും. പറ്റത്തില്ല. ഇനി ചോദിക്കണം എന്ത് ചെയ്യണോ വേണ്ടയോ? ഇനി എന്ത് ചെയ്യണം? കേക്കാമോ? എന്തോ അമ്മമാര് പറഞ്ഞ അതെ എന്താ പറഞ്ഞ കേക്കട്ടെ. എന്തോ ചെയ്യണ്ട ബ്രോ? എടാ ബ്ലേസ് നമ്മളാണ് നിന്നെ ഓസ എടുത്തത്, അല്ലാതെ നിന്റെ കൂടെ അവന്മാര് പറയുന്നതല്ല, നമ്മള് പറയുന്നത്. പാന്റ് ഷഡ്ഡി അണ്ടി ഇങ്ങനെ നിൽക്കുന്ന വരെ സമയം കൂടിയേ ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഹലോ ബ്രോ ഒരിക്കോ ഡ്രസ്സല്ലേ ഒരിക്കോ കേക്കാവോ നിനക്ക്?
വെയിറ്റ് നമ്മുടെ ഈഗോ അനുവദിക്കില്ല. ഈഗോ അനുവദിക്കില്ല. നമ്മുടെ ഗ്യാങ്ങിന് നാളെ കുറച്ചേരം കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റുമോ? കുറച്ചേരം പിടിച്ചേക്കാം, എന്നിട്ട് വയറൂരി അല്ലെങ്കിൽ അവരോട് ചോദിക്കും എന്തിനാ പിടിച്ചോണ്ട് വന്നാൽ ആദ്യം ചോദിക്കും. അത് പറഞ്ഞു പറഞ്ഞ കേട്ടാ മതി. ഇപ്പൊ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ കാര്യം പറഞ്ഞു. ഹെൽമെറ്റ് എല്ലാം ഊരി നീ ഇതിലൊന്നും ഇല്ലല്ലോ. ജാക്കറ്റ് ആരെ കാണിക്കാൻ വെച്ചാൽ ഊരിക്കേ. ഗുഡ് ബൈ ഗുഡ് ബൈ. അകത്തോട്ടേറ്. ആ തിരിഞ്ഞടക്ക്. ആദ്യം എനിക്ക് വേണം ഇവൻ. എല്ലാരും ക്യൂ നിക്ക്. നല്ലൊരു പെങ്കൊച്ചിനെ കണ്ട ആർക്കാണ് ഇഷ്ടപ്പെടാത്ത? ഞാൻ പറയുന്നത് ചെയ്യുന്നുണ്ട്. കുട്ടി കഴിവ് ഒരു കുറച്ചേരം നിക്ക്. ക്ലീൻ 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 ഇല്ല. ക്ലീൻ വരുന്നില്ല. ക്ലീൻ വരുന്നില്ല. ലിക്കിങ്ങിട്ട് നക്കുന്നി ക്ലീൻ. ഇതൊക്കെ മതിലെഴുതാ. ഇതിനാണ് ഇത്രയും സമയം. കൊള്ളാം. അറിയാലോ ഇതൊക്കെ അറിയാലോ. ഇത് ചാർലി പഠിപ്പിച്ചെടുത്തത്. ചാർലി നല്ല ശീലമുള്ളതാണ്. അതെ കുനിഞ്ഞിന്ന് കഴിവ് എണീച്ചെന്ന് എന്തോ ഇല്ലടാ, അത് ബഗ്ലിയാണ്, കുനിയാൻ പറ്റൂല. ഇതിപ്പോ വ്യത്യാസമൊന്നുമില്ല. ചാർലി നക്കും ഇവൻ തുടങ്ങും. എനിക്ക് സെൽഫി എടുക്കാൻ പറ്റുന്നില്ലല്ലോ. സിറ്റിയിലൊരു ലൈവ് ഇടാൻ വിത്ത് ബഗിളി വിത്ത് ബഗിളി പറ്റുമോ? വിത്ത് പകളിന്നിടല്ലേ? ഞാനിടും വിത്ത് ബഗിളി. എല്ലാരും ഒരാളിട്ടാ ഹലോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നമ്മളിപ്പോ ഉള്ളത് ബഗ്ലിന്റെ കൂടെയാണ്. ബഗ്ലിയാണ് എച്ച് എഫ് ബഗ്ലി പുതിയ ആളാണ് നമ്മുടെ. സർവീസ് റെഡിയാണ്. അതെ 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 അതെ. ഡേവിഡ് ബഗ്ലി അണ്ണനാണ് ഗൈസ്. എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും വെൽക്കം. നിങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ ടോയ്ലറ്റ് കഴിവുണ്ടെങ്കിൽ ബഗ്ലി അണ്ണൻ വന്ന് വീട്ടിൽ വന്ന് കഴുകി തരും. സർവീസ് അതെ 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 അതെ. നിർത്താൻ പറയാ. കഴിക്കൂ നിർത്താൻ പറയുമ്പോ നിർത്തിയാലേ. തുടങ്ങിക്കോ. ഇരുന്ന് ബഗ്ലി ബ്ലേസ് നല്ലോണം കഴിവ്. 2 വാച്ചിങ്. എല്ലാരെയും ടൈം ഉണ്ടാക്കി തരണേ. വില്ലുമോ ഒന്ന് വില്ലുമോൻ. മൂന്ന് പേരായി. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവര് വരട്ടെ. HF മെമ്പേഴ്സ് നിങ്ങളുടെ ഗ്യാങ് ആക്റ്റീവ് ആണോ ഇവിടെ? അതോ എന്തോ സസ്പെൻഷൻ എന്തൊക്കെ ഇല്ലേ? സസ്പെൻഷൻ ആള് പഠിച്ചോണ്ടിരിക്കുക. ആരോ പഠിപ്പിക്കുക. പിന്നെന്തിനാണ് വെറുതെ എടുക്കാൻ വരുന്നത്? ഇത് എന്തുവാ ഇത് ബഗ്ലിയില് വിത്ത് ബ്ലേസ്. HF ബ്ലേസ്. പാവം പയ്യൻ ഒന്നും മിണ്ടുന്നില്ല. വിത്ത് ബ്ലഗ്ലി. എടാ ബ്ലേസ് എനിക്ക് എന്തെങ്കിലും പറയണ്ടോ? പറഞ്ഞോ. നീ എന്ത് പറയാനാ? നിങ്ങളെന്ത് ചെയ്യാനാ? അല്ല നിങ്ങളെ അല്ലല്ലോ ഞാൻ അടിച്ചേ. അതിന്റെ ആവശ്യമില്ല. അതല്ല ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ. അല്ല നിങ്ങൾക്ക് ഇതിനുള്ള ഞങ്ങള് തരും. നീ പറഞ്ഞതിൽ മാറിപ്പോയി. കൊറേ തരുന്നില്ല, കൊറേ മേടിക്കും എന്നാണ് തന്നിട്ടില്ലേ? നീ പറഞ്ഞിട്ടില്ല മോനെ. ഓർമ്മയുണ്ടാ? നീ അതൊന്നും അവന്റെ മാസം ഇച്ചിരി ഒരു പാട്ട് വെച്ചാ ഒരു ബീജം വെച്ചാ അവൻ പറഞ്ഞതിൽ മാറിപ്പോയതാടാ. ഒന്ന് കൈ പൊക്കണേ. വെയിറ്റ് ഒന്ന് കൈ പൊക്കണേ. ഏറുണ്ടല്ലോടാ ഇവന്റെ കയ്യില്. അപ്പാപ്പാ ഇത് എയർ എടുക്കാൻ പറ്റുമോ? അല്ലല്ല അതല്ല, നമുക്ക് എടുക്കാൻ പറ്റുമോ? സ്റ്റീൽ ചെയ്ത് നമുക്ക് പറ്റത്തില്ല. ഓക്കെ എടാ എടുക്കണ്ട. എടാ അവന്റെ എയർ ഉണ്ട്. എയർ പോയാ നൈസാണ്. കത്തിച്ചു വിടണോ? അതാ
കത്തിച്ചു വിട്ട് കഴിഞ്ഞാൽ തീരും. പക്ഷെ ഓർമ്മ കാണും ഇവന്റെ ചേട്ടൻ വരുന്നല്ലേ പറഞ്ഞു ഇവന്റെ ജീവനോട് ശരിയാ ശരിയാ കത്തിക്കല്ലേ കത്തിക്കല്ലേ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. നിർത്തി കത്തിക്കാം. അല്ല കൊല്ലുന്നില്ല 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 കൊല്ലണ്ടേ, കൊല്ലുന്നില്ല അവൻ കൊല്ലണ്ട 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 പാവ പാവം. ഹലോ എന്തോ കൊടുത്തിട്ട് ഇപ്പൊ ഡയലോഗ് എഴുതി അവന് ഓർമ്മയാണ്, അവന് നമ്മളൊക്കെ ചെയ്തത് അവന് ഓർമ്മയാണ്. അവന് കേക്കാമോ നിനക്ക്? അവന്റെ ചേട്ടനെ അച്ചാച്ചനെ എല്ലാരും വിളിച്ചിട്ട് വരട്ടെ അവൻ. ഇവനെന്തോ വലിയ മാസം വരും. പിടിക്കാൻ വേണ്ടി. എന്റെ ചേട്ടൻ വരും, എനിക്ക് ഉറപ്പാ. അത്രേ ഉള്ളൂ നമ്മള് കണ്ടി കോൺഫിഡൻസ് ഉണ്ട്. നീ ആരാ? ഞാൻ അതുകൊണ്ടാണ് നമ്മള് അന്നത്തെ അടിയില് മറ്റേ മോബി ചുമ്മാ സ്റ്റീൽ അടിച്ചാ മതി മോബി. കിട്ടി എന്തെങ്കിലും എടുക്കണോ? 50 ലക്ഷത്തിൽ കൂടുതൽ വാല്യൂ ഉള്ള ഒരു സാധനം അവന്റെ കയ്യിൽ നിന്ന് എടുക്കരുത്. പിന്നെ അതൊക്കെ എടുത്താ അതിനൊന്നും വിലല്ല. ഉണ്ടാവില്ല. ആർമർ എത്ര? 17 ആർമർ. എടുക്ക അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എടുത്തു. 17 ആർമർ എടുക്കാം. ഒരു എത്ര? ഒന്ന് ഫുഡുണ്ടാ? പഴകഞ്ഞുണ്ടാടാ? എടാ ഉണ്ട് അത് കൊടുക്കാം. ബ്ലേസ് ഇന്ന് വരുമോ നാളെ വരുമോ? എടാ 5 ലക്ഷം എന്തോ കാശ് ഉണ്ട്, അത് എടുക്കാൻ പറ്റുമോ? എന്റെ ചേട്ടൻ എപ്പോഴാണ് അറിയുന്നത് അവരെല്ലാരും 5 ലക്ഷം എടുക്കാൻ പറ്റുമോ? സാവേജ് ലാസ്റ്റ് ചടങ്ങിലേക്ക് എത്തി. രണ്ട് വട്ടം പറഞ്ഞ കേക്ക് നീ അങ്ങനെ പറഞ്ഞ കേക്ക് 2 വട്ടം കേരി അടിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഇല്ലേ? ഒരാളെ കൊന്നൊരു കേസല്ല, ഒരാളെ കൊന്ന കേസല്ല. തിരിച്ചു വന്ന് ഞങ്ങൾ അടിക്കാനെങ്കിലും വന്നല്ലോ. നീ അടിച്ചിട്ട് വാ ചാടി പോ ചാടി. അയ്യോ നീ ചാട് അവനെന്തോ എടാ വെയിറ്റ് ആക്കണം പറയട്ടെ. അന്ന് വിളിച്ചിട്ട് കുറെ കരഞ്ഞായിരുന്നേ, അതെ. അതുകൊണ്ട് മാത്രമായിരുന്നു. ഇപ്പൊ നീ കരയുന്നുണ്ടല്ലോ. കാരണം മാത്രമാണ് എന്നിട്ട് അല്ല നിങ്ങൾ കാണിക്കുന്ന തോന്നിയ അല്ല നീക്ക് ഇന്നാണ് തോന്നിവാസോ? അയ്യോ നീ വലിയ പുള്ളിയാണ്. ഇല്ലയോ അത് പറ. അല്ലടാ സംസാരിക്കും. നിന്റെ കൂടെയുള്ള ടൈസൺ വിളിച്ച തെറി വല്ലതും കേട്ടായിരുന്നോ നീ? ഞാൻ ടൈം അവിടെ ഇല്ലായിരുന്നു. അത് നിന്റെ ഗ്യാങ്ങാണോ? നിന്റെ കൂടെ ഉള്ളതാണോ? നിന്റെ കൂടെ ഉള്ളതാണോ? നിന്റെ കൂടെയുള്ള അപ്പൊ മാനിയുടെ കാര്യം ഇവിടെ വിട്ട് മിണ്ടരുത്. മാനിയത് അവിടെ വാ പൂട്ടിയിരുന്നോണം. മറ്റേ ടൈം എന്തോ ഉണ്ടാ പറഞ്ഞിട് പെട്ടെന്ന് തന്നെ. 30 മിനിറ്റ് എന്തോ. നമ്മള് ഗ്യാങ് ഷിപ്പില്. അതെ കണ്ടില്ല, അതാ പറഞ്ഞേ അവിടെ ഒരാളെ പോലും കണ്ടിട്ടില്ല കേട്ടോ. അന്ന് കിടന്ന പുഴുത്തപ്പളേ. എടാ നീ എടുത്ത് ചാടി ഹലോ അപ്പൊ സാഗറിനൊന്ന് വിളിക്കുവോ? കോൾ ചെയ്തിട്ടുണ്ട് ചാറ്റില്. പോയാ നീന്തിയാ? യുമാർക്ക് ഇത് എപ്പോ സസ്പെൻഷൻ ആവുന്നു ആവോ? ആർക്കറിയാം. ഓഹോ ഞാനൊരു നരൻ. ഇതിലും വേണം മാസിവിന്. ഇവിടെ എൻട്രി ആയിട്ട് നിക്കാം. ഈ